Hi all, welcome to Epoca. Myself Muhammad Safwan, the founder and principal director of Epoca. സോ ഇന്ന് എപ്പോക്കയെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എപ്പോക്ക എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഓർഗനൈസ്ഡ് മെത്തേഡ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ എപ്പോക്കയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് കിട്ടാവുന്ന ബെനിഫിറ്റുകൾ നിങ്ങൾ അറിയിക്കുക. സോ വെൽക്കം ടു എപ്പോക്ക. എപ്പോക്കയെ കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ട് എന്നെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. പേര് പറഞ്ഞതുപോലെ മുഹമ്മദ് സഫ്വാൻ, BA ഹിസ്റ്ററി ആണ്, MA ഹിസ്റ്ററി ആസ് വെൽ ആസ് 6 തവണ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷമായിട്ട് ട്രിവാൻഡ്രത്ത് സിവിൽ സർവീസിന്റെ ഫീൽഡിൽ പഠിപ്പിക്കുന്ന ഒരു ഹിസ്റ്ററിയുടെ അധ്യാപകൻ കൂടിയാണ് ഞാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എപ്പോക്കയുടെ മറ്റു കാര്യങ്ങളിലോട്ട് വരാം. എപ്പോക്ക എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആസ് എ എപ്പോക്ക് ഒരു പീരിയഡ് ആണ്, ഹിസ്റ്റോറിക് പീരിയഡ്. ആൻഡ് ഇൻ ദിസ് 2025 നമ്മൾ ഹിസ്റ്ററിയുടെ കേരളത്തിൽ ഒരു ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ഫോം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൽ ആർക്കൊക്കെ പങ്കെടുക്കാം എന്നുള്ള ചോദ്യമാണ് ഞാൻ ആദ്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ധാരണ ഉണ്ടാകാം, ഹിസ്റ്ററി കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇത് ഹിസ്റ്ററിക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളത്. സോ അവിടെ തന്നെയാണ് ഇതിന്റെ ഫസ്റ്റ് ക്ലാരിറ്റിയും വരുന്നത്. ഇതൊരു അക്കാഡമിക് പ്ലാറ്റ്ഫോം ആയിട്ട് മാത്രമല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്. എലോങ് വിത്ത് അക്കാഡമിക് പ്ലാറ്റ്ഫോം ഇതിൽ നോൺ അക്കാഡമിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതിന്റെ അക്കാഡമിക്കും നോൺ അക്കാഡമിക് ആയിട്ടുള്ള ബെനിഫിറ്റുകളും ഇതിന്റെ കൂടുതൽ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. സോ അതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ എപ്പോക്ക എന്ന് പറയുന്നതിന്റെ ക്യാപ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് എക്സ്പ്ലോറിംഗ് പാസ്റ്റ്, കരിയർ ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഇതിൽ ഈ 3 വാക്കുകൾ തന്നെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിശാലമായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ലൈക്ക് എക്സ്പ്ലോറിംഗ് പാസ്റ്റ്. പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുൻകാലങ്ങളാണ്. ആ മുൻകാലങ്ങൾ നമുക്ക് പുസ്തകങ്ങളിലൂടെ പഠിക്കാം, യാത്രകളിലൂടെ പഠിക്കാം. ദർ ആർ മെനി വേസ് അല്ലെ. അപ്പൊ അതിന്റെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും എപ്പോക്ക. അപ്പൊ എക്സ്പ്ലോറിംഗ് പാസ്റ്റ് മാത്രമല്ല, അതിൽ നിങ്ങൾക്ക് കരിയർ കൂടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ നിങ്ങൾക്ക് കരിയർ ആയിട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ 2 മെത്തേഡാണുള്ളത്. ഒന്ന് ഫോർമൽ മെത്തേഡ്, മറ്റൊന്ന് ഇൻഫോർമൽ മെത്തേഡ്. ഫോർമൽ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും നെറ്റും PhD ഒക്കെ നേടിയെടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു കോളേജ് അധ്യാപകനോ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റ് എക്സാംസ് എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് സ്കൂൾ അതുപോലെ ഹയർ സെക്കൻഡറി ലെവലിലേക്ക് അധ്യാപകനാകാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഗൈഡൻസ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്. ഇൻഫോർമൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എനി ബാക്ക്ഗ്രൗണ്ട് ആകട്ടെ, നിങ്ങൾക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരു പാഷൻ ഉണ്ടോ, ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു മോർ വിത്ത് ദിസ് സബ്ജക്ട്. ലൈക്ക് നിങ്ങൾ യൂട്യൂബ് തന്നെ എടുത്ത് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ദർ ആർ മെനി പീപ്പിൾ ഹു ആർ ഡൂയിങ് വീഡിയോസ് റിലേറ്റഡ് ടു ഹിസ്റ്ററി. അത് അവരുടെ ട്രാവൽ ബ്ലോഗ് ആകാം, ചിലപ്പം സം സ്റ്റോറീസ് ആകാം. അങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പൊ അങ്ങനത്തെ ചില ഓപ്പർച്യൂണിറ്റീസും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ബെനിഫിറ്റുകളെല്ലാം ലഭിക്കുന്നത് എപ്പോക്കയുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. അപ്പൊ എപ്പോക്കയുടെ മെമ്പർഷിപ്പ് ആർക്ക് എടുക്കാം? ഞാൻ പറഞ്ഞതുപോലെ വളരെ സിമ്പിൾ ആണ്. ഹിസ്റ്ററി എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആർക്കും എപ്പോക്കയിൽ ഒരു മെമ്പർ ആകാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ പതിയെ പറഞ്ഞുതരാം. ബേസിക്കലി എപ്പോക്കയിൽ 2 രീതിയിലാണ്, 2 ഡയമെൻഷൻസിലാണ് കാര്യങ്ങൾ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന് എപ്പോക്കയുടെ അക്കാഡമിക് ആയിട്ടുള്ള ബെനിഫിറ്റ്, മറ്റൊന്ന് നോൺ അക്കാഡമിക്. നോൺ അക്കാഡമിക് ബെനിഫിറ്റ് ആണ് ഞാൻ പറഞ്ഞതുപോലെ ഹിസ്റ്ററി എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആർക്കും പങ്കെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നു. പിന്നെ അതിൽ നമ്മൾ റീജിയൻ ആയിട്ടുള്ള ചില മീറ്റപ്പും അതിന്റെ അടിസ്ഥാനത്തിൽ ഹെറിറ്റേജ് വാക്കുകളും എല്ലാം സംഘടിപ്പിക്കുന്നതാണ്. അതിന് പുറമെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ചില സൈറ്റുകളുടെ വിസിറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഹിസ്റ്ററി ടൂറുകളെല്ലാം കണ്ടക്ട് ചെയ്യുക എന്നതുവരെ ഇതിന്റെ നിലവിലെ ഓർഗനൈസേഷൻ പ്ലാനിലുണ്ട്. മറ്റൊന്ന് പറയുന്നത് അക്കാഡമിക് ബെനിഫിറ്റാണ്. അക്കാഡമി നിങ്ങൾക്കറിയാം, ഹിസ്റ്ററി സബ്ജക്റ്റ് ആയിട്ട് കരിയർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഒരു കോമ്പറ്റീവ് എക്സാം ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോമ്പറ്റീവ് എക്സാം ഫേസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വി ആർ അസോസിയേറ്റിംഗ് വിത്ത് വൺ ഓഫ് മൈ അനദർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിന്റെ പേരാണ് ഫ്രെയിംവർക്ക് ക്രിസ്റ്റൽ എഡ്യു ഹബ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് UGC നെറ്റ്, UPSC, PSC, സെറ്റ് പോലുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോക്കയിൽ ഒരു മെമ്പർ ആയിരിക്കുന്ന ഒരാൾക്ക് അതിൽ 30% ഡിസ്കൗണ്ട് വരെ ലഭ്യമാകുന്നതാണ്. ഇനി അതേ സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു ബെനിഫിറ്റ് പറയാനുള്ളത്, നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ക്വാളിഫിക്കേഷൻസും നേടി, ഇനി നിങ്ങൾ നിങ്ങളുടെ ജോബ് കണ്ടെത്താണ്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഫോർമൽ ആയിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ കണ്ടെത്താം, കോർപ്പറേറ്റ് സെക്ടറിൽ കണ്ടെത്താം. രണ്ടിനും നിങ്ങൾക്ക് വേണ്ടത് എ സ്കിൽഫുൾ ടീച്ചിങ് കപ്പാസിറ്റി ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽ ട്രെയിനിങ്ങും നമ്മൾ സ്കിൽ ക്യാഷുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്കിൽ ക്യാഷുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഒരു 30% ബെനിഫിറ്റ് ലഭിക്കും. ഓക്കെ, അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് മാക്സിമം ഒരു അക്കാഡമിക് ബെനിഫിറ്റ്സ് റേപ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലോട്ടാണ് എപ്പോക്കയുടെ മെമ്പർഷിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോൺ അക്കാഡമിക് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇനി എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്.
ഒരു വർഷത്തെ മെമ്പർഷിപ്പാണ് നമ്മൾ തുടക്കത്തിൽ നൽകാൻ വേണ്ടി പോകുന്നത്. ലോങ് ടേം മെമ്പർഷിപ്പ് പിൽക്കാലഘട്ടത്തിൽ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, കേരളത്തിലെ ലാർജസ്റ്റ് ഹിസ്റ്ററി കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 14 ജില്ലകൾ, ഓരോ ജില്ലയിൽ നിന്നും മാക്സിമം 100 പേർക്കാണ് എപ്പോക്കയിലെ മെമ്പർ ആകാൻ വേണ്ടി പറ്റുക. എപ്പോക്കയിലെ ഒരു മെമ്പർ ആകാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒന്ന്, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എപ്പോക്കുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ ഫോം ലഭിക്കാൻ വേണ്ടി 7593885534 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ഫോം കിട്ടും. അതിൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഹിസ്റ്ററിയുമായിട്ടുള്ള പാഷൻ, നിങ്ങളുടെ അതർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അത് ഫില്ലപ്പ് ചെയ്യുന്നു. ശേഷം നിങ്ങൾ ഒരു 200 രൂപ ആനുവൽ മെമ്പർഷിപ്പ് ഫീസായിട്ട് പേയ്മെന്റ് നടത്തേണ്ടതുണ്ട്. അങ്ങനെ ആ പേയ്മെന്റ് നടത്തുന്നതോടുകൂടെ നിങ്ങൾ എപ്പോക്കയിലെ ഒരു മെമ്പറായി. എപ്പോക്കയിലെ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് എപ്പോക്ക അംബാസഡേഴ്സ്. അങ്ങനെ ഒരു ജില്ലയിൽ നിന്ന് മാക്സിമം 100 പേരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ 100 പേരിൽ നിന്നും ഓരോ ജില്ലയിൽ നിന്നും നമ്മൾ 2 ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സിനെ വരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്കും ഒരു ലീഡർഷിപ്പ് ലെവലിലോട്ട് ഫംഗ്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും എപ്പോക്കയുടെ ഒരു ലീഡറായിട്ട് ഉടനെ തന്നെ വരാനുള്ള ഒരു സ്കോപ്പ് കൂടെ ഉണ്ട്. അതാണ് എപ്പോക്കയുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് വേണ്ടത് അത്യാവശ്യം ഒരു സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി മാത്രമാണ്. ഇതുണ്ടോ, നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സ് ആയിട്ട് വരാനും സാധിക്കും. സോ എപ്പോക്കയുടെ അംബാസഡർമാർ, അതിന് മുകളിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സ്, അതിന് മുകളിലായിട്ട് റീജിയണൽ ഡയറക്ടേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ആ റീജിയണൽ ഡയറക്ടേഴ്സ് ആയിരിക്കും ഇതിന്റെ പ്രധാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എപ്പോക്ക. സോ എപ്പോക്ക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ കേവലം ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒന്നല്ല. മറിച്ച് ഹിസ്റ്ററി എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറോ പാഷനായിട്ടോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, എപ്പോക്കയുടെ ഒരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഷോർട്ട് റൺ ആവട്ടെ ലോങ് ടേം ആവട്ടെ നിങ്ങൾക്ക് ഹൈലി ബെനിഫിഷ്യൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോക്ക ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. സോ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഫർദർ ഓഫ്ലൈൻ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോക്കയുടെ മെമ്പർഷിപ്പ് എടുക്കുക. മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് ഡിജിറ്റൽ ബാഡ്ജും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മോർ ബെനിഫിറ്റ്സ് വി ആർ ആക്ച്വലി പ്ലാനിങ്. സോ അതിന് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഒരു ആക്റ്റീവായിട്ടുള്ള സപ്പോർട്ടാണ്. ആക്റ്റീവായിട്ട് സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ ഏത് ജില്ലയാണ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതൊന്ന് കമന്റ് ചെയ്യും. സോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എപ്പോക്കയുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഏതൊക്കെ ജില്ലയിലോട്ട് എത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വീഡിയോക്ക് താഴെ ആ ജില്ല ഒന്ന് കമന്റ് ചെയ്യുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നിങ്ങൾ രജിസ്ട്രേഷൻ ഫോം ചെയ്യുക. അതിന്റെ അടിസ്ഥാനത്തിൽ പേയ്മെന്റ് നടത്തിയതിനു ശേഷം നിങ്ങൾ എപ്പോക്കയുടെ അംബാസഡർ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതാണ്. ബാക്കി കാര്യങ്ങൾ ആ ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾക്ക് അപ്ഡേഷൻ വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതുപോലെ ഈ വീഡിയോയും അതുപോലെ ഇതിന്റെ ഇൻഫർമേഷനും നിങ്ങളുടെ ഹിസ്റ്ററി ഫ്രണ്ട്സിനോട്, ഹിസ്റ്ററി എന്തൂസിയാസ്റ്റി ആയിട്ടുള്ള ഏതൊരു ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. So welcome to Epoca. That's all. Signing off. See you.